ഗൈസ് നമ്മൾ സിനിമയ്ക്ക് പോവാണ് ഗൈസ്. ആദ്യമായിട്ടാണ് നൈറ്റ് ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ നൈറ്റ് ആദ്യമായിട്ടാണ് ഗൈസ്. നമ്മള് പിന്നെ പോയിട്ടുണ്ട്. ആദ്യം പിന്നെ ജോലിക്ക് കണ്ടിടത്തില്ല പോയോണ്ട് നമുക്ക് പിന്നെ അങ്ങനെ 9 മണിക്ക് ഔട്ട് ചെയ്തത്. 9:30 കഴിക്കണം ഗൈസ്. പിന്നെ എൻ്റെ ഹെൽമെറ്റ് തിരിച്ചിട്ട് പോവാണ് ഗൈസ്. ആ നമ്മൾ ചേച്ചി ഉണ്ട് ഗൈസ്. ചേച്ചി എവിടെ? ചേച്ചിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വണ്ടി ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ ബുക്ക് ചെയ്തു. ഫസ്റ്റാണ് ഗൈസ് ഇതുപോലെ ഇറങ്ങിപ്പിക്കാറ്. രാവിലെ വന്നാലും നൈറ്റ് ആണെന്നേ പറയത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് നൈറ്റ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 9 മണിക്ക് ഷോ. അപ്പോൾ ഒരു 9 മണിക്ക് 12 മണിയോ 12:30. ഹാഫ് ടൈം ആയി ഗൈസ്. ഹാഫ് ടൈം ആയി. ഹാഫ് ടൈം ആയി. പോക്കാൻ ഗൈസ് അങ്ങനെ ഇന്നലെ പടത്തിനൊക്കെ പോയിട്ട് വന്നു. 12 മണിയായപ്പോൾ വന്നിട്ട് കറക്റ്റ് 12 മണിയായപ്പോൾ. 12 മണിയായപ്പോൾ അല്ല 11:45 തീർന്നു. ഞങ്ങൾ 12 മണിയായപ്പോൾ വീട്ടിൽ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് ആദ്യമായിട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് പോയതിൻ്റെ അല്ല, പടം കണ്ടിട്ടായിരുന്നു. മാർക്കോ കാണാനായിരുന്നു ഗൈസ് പോയത്. പടം ഓർമ്മിക്കല്ലേ വെയിൽ വിരിക്കുന്നു. ഫുള്ള് ഡാർക്ക്, പച്ചയ്ക്ക് പച്ചയാണ്. ഞങ്ങളുടെ അടുത്തിരുന്ന ഒരു പുള്ളിക്കാരന് ടെൻഷൻ കയറിയിട്ട് പോയി. എന്ത് അനങ്ങുന്നില്ല, പുള്ളി അനങ്ങാതെ. പുള്ളി കണ്ണീന്ന് കുറെ വെള്ളം വരുന്നുണ്ട്, പുള്ളി അനങ്ങുന്നില്ല, സ്റ്റക്കായിട്ട് എന്തോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആൾക്കാരെല്ലാം കൂടിയിട്ട് ഇതായിപ്പോയി. പക്ഷെ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. എൻ്റെ പടം അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയി കാണണമെന്നൊരു ഇതായിരുന്നു. അങ്ങനെ പോയി കണ്ടു തിയേറ്ററിൽ. വല്ലാത്തൊരു പടം തന്നെ. പറഞ്ഞപ്പോൾ ഇത്രയൊന്നും ഇത് നോക്കിയില്ല. പക്ഷെ ബോധം വന്നു കേട്ടോ. കുറെ പേര് എന്തോ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളിക്ക് അത് കണ്ടത് ഒരു ഇതായിപ്പോവും. അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പടം തിയേറ്ററിൽ പോയി ഇങ്ങനെ കണ്ടിട്ടില്ല. കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോയില്ലേ, അതുള്ള കാര്യമാണ് ഗൈസ്. പിള്ളേരെ അങ്ങനെയുള്ള അത്രയ്ക്ക് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് പോകരുത്. അത് ഇനിയിപ്പം നമ്മൾ ലാസ്റ്റാണ് ഇപ്പോൾ പോയത്. ഇനിയിപ്പോൾ പടം കഴിയാറായി, ഇപ്പോൾ പടം മാറും. അപ്പം പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി അല്ലേ? നൈസ്, അടിപൊളി. വേറെ ലെവല്. പിന്നെ ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ, മ്യൂസിക്കും അതൊക്കെ ഒരു സെറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിക്, ഇൻട്രോ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. അപ്പം ബൈ ഗൈസ്, ബൈ.